നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ചായ ഉണ്ടാക്കണ അതേ സമയം മാത്രമേ വേണ്ടൂ ഈ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയുമാണ്, അതേസമയം ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ പ്രത്യേകത അത് തണുത്താലും ക്രിസ്പിയായി തന്നെ ഇരിക്കും. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് ഏകദേശം 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയോ ആട്ടയോ ഏതാ കയ്യിലെന്ന് വെച്ചാൽ അതെടുക്കാം. അത് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഗോതമ്പ് പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഏകദേശം 1 കപ്പ് സവാള തന്നെ പൊടിയായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയുടെ അളവ് കൂടും തോറും ടേസ്റ്റ് കൂടും, അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് നല്ല പൊടിയായി അരിഞ്ഞത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് ഒഴിവാക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും നല്ല പൊടിയായി അരിഞ്ഞത് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. നമുക്ക് എത്രയാണോ പാകം അതിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മുളക് പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടിയുടെ അളവും ഇതുപോലെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം. ഇതിപ്പോൾ ഒരു മിതമായ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരല്പം കൂടെ സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഒട്ടും കൂടാൻ പാടില്ല. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ നമുക്കിത് വിചാരിച്ച പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്നാൽ നല്ല കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല. അപ്പോൾ ഒരു മിതമായ അളവിൽ വേണം. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കണ്ടാൽ അറിയാം. ഈ പാകത്തിനാണ് ഇത് കിട്ടേണ്ടത്. ഇത്രയും വെള്ളം ഇതിൽ ചേർക്കണ്ടു. ഒരു 1/4 കപ്പിലും ഒരു അല്പം കൂടുതൽ വെള്ളം മാത്രമേ ഇതിന് വേണ്ടൂ. ഇതുപോലെ കിട്ടണം മാവ്. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് നമുക്കൊരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏത് ഓയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെ എടുക്കാം ഇത് വറുത്തെടുക്കാൻ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായി ചൂടാവണം, നന്നായി തിളയ്ക്കണം. ആ തിളയ്ക്കണ ഒരു ടൈം ആവുമ്പോഴേ നമ്മളിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാവൂ. ഇപ്പോൾ ഇതാ പതയൊക്കെ വന്നു തുടങ്ങി, തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാൻ നമുക്കൊരു അല്പം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ടെങ്കിൽ അത് പതഞ്ഞു വരും, എന്നിട്ടും പൊന്തി വരും. അപ്പോൾ ഇതാ കാണുമ്പോഴറിയാം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാവ് നമുക്ക് അല്പാൽപ്പം ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല, അപ്പോൾ മാവിൻ്റെ വലിപ്പം കൂടും. നമുക്കത് ചെറിയ ഒരു പിഞ്ചായിട്ട് കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ നിറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഇത്തിരി ആയിട്ട് എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചെറിയ പോർഷൻ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് വിരൽ കൊണ്ട് കിട്ടാവുന്ന അത്രയും ചെറിയതായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കയ്യിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണത്. ക്രിസ്പി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും നമ്മൾ വറുത്തെടുക്കണമെന്ന് ഒഴികെ അൺഹെൽത്തി ആയിട്ടുള്ളതൊന്നും ചേർക്കണില്ല. ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ മല്ലിയിലയും എല്ലാം ഹെൽത്തിന് നല്ല സാധനങ്ങൾ തന്നെയാണ്. നല്ല ബ്രൗൺ കളറായിട്ട് ഇത് കോരിയെടുക്കാവൂ, എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ അധികം സമയമൊന്നും വേണ്ട അത് ഉണ്ടാക്കിയെടുക്കുക. എണ്ണയിലിട്ട് കുറച്ച് തിളച്ച എണ്ണയിലാണ് ഇടുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പോരാം. കരിഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം. ബാക്കി മാവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മാവ് എടുത്ത് ഇട്ട് കൊടുക്കണം എണ്ണയിലേക്ക്. സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്കിത് നിറയെ ഇടാം. ഓരോ പിഞ്ചായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ സവോളയുടെ അളവും മല്ലിയിലയുടെ അളവും കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അപ്പം അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പച്ചമുളക് കുനുകുനെന്ന് അരിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, കുട്ടികൾക്ക് കഴിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം.
അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നാല് മണിക്ക് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നല്ല മഴക്കാലമാണ്. അപ്പോൾ ഇങ്ങനെ ചൂടോടെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് തണുത്ത് കഴിഞ്ഞാലും ഇത് ക്രിസ്പിയായി തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബാക്കി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. തിളച്ച എണ്ണയായതുകൊണ്ട് ഇത് വേഗം തന്നെ ആയി കിട്ടും. തീ ഒട്ടും കുറച്ച് വെക്കരുത്. തീ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത്. അങ്ങനെ അടുത്തതും ആയിട്ടുണ്ട്. ഇത് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഉറപ്പായും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ക്രിസ്പിയായ ഈവനിങ് സ്നാക്ക് തയ്യാറായി. ഇപ്പോൾ ഇത് കണ്ടാൽ അറിയാം അല്പം പോലും ഓയിൽ കുടിച്ചിട്ടില്ല അത് എന്നുള്ളത്. സാധാരണ നമ്മൾ ഇതുപോലെ എണ്ണയിൽ വറുത്ത പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ ആകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാവും അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഇതിപ്പോൾ ഇതേ കണ്ടാലേ അറിയാം ഇതൊരു അല്പം പോലും എണ്ണ കുടിച്ചിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.